എന്തോ പറഞ്ഞല്ലോ, ഡേവിഡ് ഷുഡ് ഡിസപ്പിയർ എന്ന് പറ്റോ? അയ്യോ, ഡേവിഡില്ല, സൂപ്പർ സ്റ്റാർ. ഇന്നലെ കാര്യങ്ങൾ വർക്കൗട്ട് ആവുള്ളൂ ആസ് എൻ ആക്ടർ. ഈ സൂപ്പർ സ്റ്റാർ പട്ടമുണ്ടല്ലോ, അതൊരിക്കൽ കിട്ടിയപ്പോൾ എന്നെ മാറ്റാൻ പറ്റില്ല. ഇറ്റ് സ്റ്റിക്സ് ഓൺ യു ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. മനസ്സിലായില്ലേ? ചേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തെ? ടൈം കിട്ടിയില്ല. സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്താ പേര്? നോക്കാം. ആളത്ര പരിചയം തോന്നുന്നു. തരക്കേടില്ല. ഡബിൾ റോളാ? ഓ, ട്വിൻസ് ആണല്ലേ? ചോദിച്ചോളൂ. ചേട്ടന്റെ വണ്ടികളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? എനിക്ക് കുറച്ച് ലക്ഷറി കാസ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൊതി നമ്മുടെ ഓട്ടോറിക്ഷയിൽ ട്രാവൽ ചെയ്യാനാണ്. ഇതൊക്കെ തള്ളാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ലേ? പിന്നല്ലാണ്ട് ഡേവിഡ് സാറിന് ഇനി അധിക സമയമില്ല, അതുകൊണ്ട് ഇനി 5 ചോദ്യങ്ങൾ മാത്രം. ചൂസ് വൈസ്ലി. ഒരു മിനിറ്റ്. മിസ്റ്റർ ബാല എൻ്റെ ഒരു കൊളീഗാണ്, ഫ്രണ്ടുമാണ്. പുള്ളി ഒന്ന് മുന്നോട്ട് കയറ്റിവിടാമോ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ? ഈ കൈയടിയാണോ? അത് വെറും പൊള്ളേ പടക്കം പൊട്ടണല്ലേ പൊട്ടും. കാണണോ? ആ, കാണണം. താൻ ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അതേതാന്ന് ചോദിച്ചു നോക്കി. ഓക്കെ, കണ്ടോ? എന്താ? ഹലോ മൈ ഡിയേഴ്സ്, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കും. ഞാനിപ്പോൾ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പെർഫോമൻസ് ഏതാണ്? ഏതാണ്? ചേട്ടാ, ചേട്ടന്റെ നോട്ടം. ഊഫ്. സിനിമ പറ. സീൻ സീൻ എനിക്ക് ഓർമ്മയില്ല. മത്തായി സിനിമയിലെ ചേട്ടന്റെ ലുക്ക് അടിപൊളിയാ. ആ ലുക്ക് ഉണ്ടായിട്ട് മാത്രമാണ് ഞാൻ ആ പൊട്ട സിനിമ മൊത്തം ഇരുന്ന് കണ്ടത്. ഓക്കെ, നെക്സ്റ്റ്. ചേട്ടൻ ഫൗജി പടത്തിൽ മുടിഞ്ഞ ഗ്ലാമർ ആയിരുന്നു. ചേട്ടനെല്ലാം പൈൻ പൊട്ടി മരിച്ചപ്പോ ഞാൻ ഒരുപാട് കരഞ്ഞതാ. ഓക്കെ, പെർഫോമൻസ് പറ. ചേട്ടാ, മുന്തിരി തോപ്പുകൾ എന്ന സിനിമയിലെ ചേട്ടന്റെ ലിപ് ലോക്ക് സീൻ. മര്യാദയ്ക്ക് ഒരു സിനിമ കാരണം ഒരാൾ പോലും ഇല്ല നിങ്ങളുടെ ഇടയിൽ. ഒരു സീൻ പറയടാ. ഡേവിഡേട്ടാ, ആ, പ്രേമധീര സിനിമയിലെ ചേട്ടന്റെ വില്ലന്റെ ക്യാരക്ടറില്ലേ, പ്രേമിച്ച പെണ്ണിനെ കൂട്ടുകാരന് കൂട്ടിക്കൊടുത്തേ, അതുപോലെ ഞങ്ങൾ പിള്ളേർക്കും കൂട്ടിക്കൊടുത്ത് സെറ്റപ്പ് ആക്കാൻ പറ്റുമോ? എനിക്കതിന്റെ പരിപാടി നിങ്ങളുടെ പ്രിൻസിപ്പളോട് ഇരിപ്പുണ്ട്, പുള്ളിയോട് ചോദിച്ചു നോക്കാം പരിപാടി ഉണ്ടോന്ന്. അതല്ലെങ്കിൽ നീ വീട്ടിൽ പോയി നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്കും, ഒരു പെണ്ണിനെ സെറ്റാക്കി തരുമോ? എന്ത് പെട്ടെന്നാണല്ലേ കയ്യടി പറഞ്ഞിട്ട് പൊരിഞ്ഞടിയത് തെണ്ടികള്. ആ ചോദ്യം ചോദിച്ചോണ്ട് കൈ കിട്ടിട്ട് പൊട്ടിച്ചേനെ. ഏയ്, നിങ്ങളുടെ കാരണമല്ല അവിടെ ഉണ്ടായത്. ഞാൻ കാരണോ? താനെ ഒരുത്തം കാരണമല്ലേ ഇതൊക്കെ ഉണ്ടായത്? നിങ്ങളെ പ്രശ്നം മൊത്തത്തിൽ എന്താണെന്നറിയോ? ആ അനുഭവം പറഞ്ഞാണ് കറക്റ്റ്.
അവളെന്ത് പറഞ്ഞ? അത് നിങ്ങൾക്ക് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റാ. എന്നാ അവള് പറഞ്ഞ? ഞങ്ങൾ ഡിസ്കഷനിൽ 1-2 വർഷം പറഞ്ഞു. അല്ല പക്ഷെ ശരിക്കും അർത്ഥം എന്താ അതിൻ്റെ? അത് കുറച്ചധികം ഉണ്ട് ചേട്ടാ. കുറച്ചോ? ഗൂഗിൾ ചെയ്ത് നോക്കലാണ്. ഫോണിൽ മെസ്സേജ് നോക്കാൻ പാടില്ലേ? സിറിയെ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് മീനിങ് ചേട്ടാ, ഒരു വ്യക്തി തന്റെ കഴിവ് കേടിനെ മനസ്സിലാകാതെ ഇരിക്കുകയും ഉള്ള ചെറിയ കഴിവുകളെ പൊക്കി പിടിച്ചു താൻ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്ന അവസ്ഥ. സിമ്പിളായി പറഞ്ഞാൽ പൊട്ടൻ. ഗുഡ് മോർണിംഗ് സാർ. പി കെ ചേട്ടാ, അതെ, നമ്മുടെ ഈ വണ്ടി മേളിലേക്ക് പോകല്ലാത്തതുകൊണ്ടേ നമുക്ക് പോകാനായിട്ട് ഒരു ലക്ഷറി ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓ ജീപ്പിൽ പോവാലോ അല്ലേ? ലക്ഷറി ജീപ്പ് ആണെങ്കിൽ ഓക്കെ. പിന്നെ ലക്ഷറി ജീപ്പാ അല്ലേ? അതെ അതെ. വൈലി, ഇതാണോടോ തന്റെ ലക്ഷറി ജീപ്പ്? ഡേവിഡ് ബനെ, ഇതെന്താണ് വല്ലാത്തൊരു വിനയം? അയ്യോ, ഇത് ആക്ടിംഗ് ഒറിജിനൽ ഷൈസാറാണ് ഏട്ടൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെ ഡയറക്ടർ. എന്തായിരുന്നു എൻ്റെ മറ്റേ പ്രശ്നം? ഞാൻ കോശിയോടൊന്ന് വിളിച്ച് സംസാരിക്കാനിരിക്കുകയായിരുന്നു. അയ്യോ സാർ, അത് എന്തിനാണ് അനാവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ? അല്ല, അതിന് ഞാനല്ല. സിനിമയിലെ ഒരു ചൊല്ലുണ്ട്, ക്ലീഷയാണ്, സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നുള്ളത്. നമുക്കൊന്ന് തീർക്കണം. ഓക്കെ സാർ. റെഡിയല്ലേ? ഷൈമനെ റെഡിയാണോ? റെഡിയാവും സാർ. ഷൈമനെ ആക്ഷൻ. നമ്മളെ ഇന്നലെ ഈ ഡയലോഗ്സ് നോക്കിയില്ലേ? ഇന്നലെ നോക്കിയതല്ലേ, എനിക്കറിയാം. എപ്പോഴും നോക്കിയ മെക്കാനിക്കലാവും. ഓക്കെ. ഷൈമനെ നന്നായി കേട്ടാ. ചേട്ടാ ഷോർട്ട് അടിയാണ്. അല്ല ഞാൻ വരണോ? എന്തിനാ? ലെവൽ ആക്ടിംഗ് സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പൊ ഞാൻ എന്താ പൊട്ടനാ? പൊട്ടനല്ല, ലോക പൊട്ടൻ. ഷൈമനെ ആക്ഷൻ. മുഹമ്മദ് സഖീർ ആള് ഭയങ്കരനാണെന്നാ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ്. ഇസ് ഇറ്റ് റൈറ്റ്? ഡേവിഡ് ബനെ ഡയലോഗ്. പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കിയും അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ക്ഷൗരം ചെയ്യാനാണ്. ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ്. അതിന് തടസ്സം നിന്നാൽ മുഹമ്മദ് സക്കീർ ഇസ് ഇൻഫ്ലേമബിൾ, ഹൈലി ഇൻഫ്ലേമബിൾ. ഞാൻ ചൊല്ലുന്നത് നീ ഒന്ന് കേട്ടേ. ചോറിന്റെ ചിക്കന്റെ പ്രശ്നമല്ലേ, ഞാനത് ശരിയാക്കി തരാം. ഞാനീ പറഞ്ഞിട്ടാ താൻ പരിപാടി